കുട്ടപ്പായി, നമുക്ക് ഇന്നത്തെ പണിയങ്ങ് നിർത്തിയേക്കാം. അതെന്താ ആശാനെ ഇന്ന് പണി നേരത്തെ നിർത്തുന്നത്? എന്നാന്നറിയില്ല, നല്ല ക്ഷീണം. സുഖമില്ലെങ്കിൽ പണിയുണ്ട് ആശാനെ. പോയേക്കാം. എന്നാ ശരി. ആശാനെ, അപ്പോൾ നാളെ പണിയുണ്ടോ? നീ ഒരു കാര്യം ചെയ്യേ, നാളെ വീട്ടിലോട്ട് വാ. നമുക്ക് വീട്ടിലിച്ചിട്ട് പണിയുണ്ട്. എന്നാ ശരി. എടിയേ, എടിയേ, കഥ പറഞ്ഞേ. ഇതെന്നാ നേരത്തെ? എന്തു പറ്റി? നല്ല ക്ഷീണം, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. എങ്കിൽ ഞാൻ കഴിക്കാൻ എടുക്കട്ടെ? ആദ്യം ഇച്ചിരി കുടിക്കാൻ എടുക്ക്, എന്നിട്ട് മതി ഭക്ഷണം. എന്നാ വെള്ളം. ഇവിടെ ആരുമില്ലേ? വീട്ടുകാരെ? പുറത്താരോ വിളിക്കുന്നു. ആരാ നോക്കിയേ? നിങ്ങളൊക്കെ ആരാ? എന്താ? എൻ്റെ പേര് ധനം. ഞാൻ ഐശ്വര്യം. എൻ്റെ പേര് സ്നേഹം. ഞാൻ സമാധാനം എന്ന പേരിൽ അറിയപ്പെടും. ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടു പരിചയമില്ലല്ലോ. ഞങ്ങൾ വളരെ ദൂരത്തുനിന്ന് വരിക. എന്തിനാ നിങ്ങൾ വന്നത്? ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, കൂടാതെ ഭക്ഷണവും. പക്ഷെ ഒരു കാര്യം, ഞങ്ങളിൽ ഒരാളെ മാത്രമേ അകത്തേക്ക് വിളിക്കാൻ പാടുള്ളൂ. ശരി ശരി, ഞാൻ പറയാം. നമുക്ക് പരിചയമില്ലാത്ത 4 പേരാ വന്നിരിക്കുന്നത്. അവരുടെ പേര് ധനം, ഐശ്വര്യം, സ്നേഹം, സമാധാനം. അങ്ങനെയാണ് അവർ പറയുന്നത്. അവർക്ക് ഭക്ഷണവും കൂടാതെ താമസിക്കാൻ സൗകര്യം വേണമെന്ന് പറയുന്നു. പക്ഷേ ഒരാളെ മാത്രമേ അകത്തേക്ക് വിളിക്കാവൂ എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? നമുക്കൊരു കാര്യം ചെയ്താലോ? ആ തരത്തെ മാത്രം അകത്തോട്ട് വിളിച്ചാലോ? അപ്പോൾ നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടുമല്ലോ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരുന്ന് ആലോചിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യേ, ആ സ്നേഹത്തിനോട് അകത്തേക്ക് വരാൻ പറ. സ്നേഹത്തെ വിളിക്കാനോ? സ്നേഹം ആരാ? അകത്തോട്ട് വരാൻ പറഞ്ഞു. നിൽക്കൂ, ഞാനും വരാം. സ്നേഹമുള്ളിടത്തെ സമാധാനമുള്ളൂ. സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്നേഹവും സമാധാനമുള്ളിടത്തെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ആയതിനാൽ നിങ്ങളോടൊപ്പം ഞാനും വരാം. സ്നേഹിതരെ, അല്ലയോ സ്നേഹിതരെ, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക. സ്നേഹവും സമാധാനവും ഐശ്വര്യവും ഉണ്ടെങ്കിൽ അവിടെ ധനം താനേ വന്നുകൊള്ളൂ. ആയതിനാൽ നിങ്ങളോടൊപ്പം ഞാനും അകത്തോട്ട് വരാം.
സ്നേഹമുള്ളവരെ, മനുഷ്യനിന്ന് പണത്തിൻ്റെ പുറകെ പായുകയാണ്. ഓരോരുത്തരും സുഖസൗകര്യങ്ങൾ തേടി അലയുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. സ്നേഹവും സമാധാനവും ഐശ്വര്യവും ഉള്ളിടത്ത് ധനം തനിയെ വന്നുകൊള്ളും. അതുകൊണ്ട് എന്തിന് ജീവിതത്തിൽ വിഷമിക്കണം? വരാൻ പോകുന്ന ക്രിസ്തുമസിനൊരുക്കമായി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാം. നമുക്കൊന്നുചേർന്ന് ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കാം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മലയടികൾ ജാതിമത ഭേദമന്യേ എല്ലാ ഭവനങ്ങളിലും നിറയട്ടെ.